രഞ്ജിത എന്ന നടിയെ ഓർമ്മിക്കാൻ മലയാളികൾക്കൊരു യാത്രാമൊഴി എന്ന സിനിമയിലെ ഒരു ഗാനരംഗം മാത്രം മതി. രഞ്ജിതയെ മലയാളികൾ ആദ്യം കാണുന്നത് സുരേഷ് ഗോപി ചിത്രമായ മാഫിയയിലാണ്. പിന്നീട് സിന്ദൂരരേഖ, ചമയം, ഒരു യാത്രാമൊഴി, കൈക്കുടന്ന നിലാവ്, രക്തസാക്ഷികൾ, സിന്ദാബാദ് തുടങ്ങി അനവധി ചിത്രങ്ങളിൽ അവരുടെ ശ്രദ്ധേയമായ സാന്നിധ്യം ഉണ്ടായിരുന്നു. വളരെ ചെറുപ്രായത്തിൽ തന്നെ അഭിനയ രംഗത്തെത്തിയ അവർ മിക്കവാറും എല്ലാ തെന്നിന്ത്യൻ ഭാഷാ സിനിമകളിലും അഭിനയിച്ചിരുന്നു. ചില ടെലിവിഷൻ പരിപാടികളിലും രഞ്ജിതയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. പെട്ടെന്ന് നിശബ്ദമായി മാറിയ രഞ്ജിതയെ പിന്നീട് കുറച്ചു കാലത്തേക്ക് ആരും കണ്ടിട്ടില്ല. എവിടെയാണെന്ന് പോലും ആർക്കും അറിയുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് എല്ലാവരെയും അമ്പരിപ്പിച്ചുകൊണ്ട് അവർ ഒരു വിവാദത്തിൽ കുടുങ്ങുന്നത്. സ്വാമി നിത്യാനന്ദയുമായി ചേർന്നുള്ള അവരുടെ ഒരു വീഡിയോ ഇന്റർനെറ്റിലൂടെ പ്രചരിച്ചു. എന്നാൽ ആ വീഡിയോയിൽ കാണുന്ന പെൺകുട്ടി താനല്ലെന്ന് അവർ പത്രസമ്മേളനം വിളിച്ചുകൂട്ടി പൊതുസമൂഹത്തെ അറിയിച്ചതോടെ അഭ്യൂഹങ്ങൾ വിരാമമിടുകയായിരുന്നു. എന്നാൽ അപ്പോഴും രഞ്ജിതയ്ക്ക് ഈ ആശ്രമവുമായി അടുത്ത ബന്ധമുണ്ടെന്ന മട്ടിൽ വാർത്തകൾ വന്നിരുന്നു. പിന്നീട് പുറത്തു വന്നത് അത്രയും വിചിത്രമായ കാര്യങ്ങളുമായിരുന്നു. ശ്രീവള്ളി എന്നാണ് 1975 തമിഴ്നാട്ടിൽ ജനിച്ച രഞ്ജിതയുടെ യഥാർത്ഥ പേര്. അഭിനയമോ കലാപരമായ കാര്യങ്ങളിലോ ആയിരുന്നില്ല രഞ്ജിതയുടെ പ്രഥമ ലക്ഷ്യം. വോളിബോൾ താരമായിരുന്ന രഞ്ജിത സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. BA വിദ്യാർത്ഥിനിയായിരിക്കെ കടപ്പറഡമ എന്ന തെലുങ്ക് സിനിമയിൽ അഭിനയിക്കാൻ അവസരം ലഭിച്ചതോടെയാണ് രഞ്ജിതയ്ക്ക് ഒരു കലാകാരി എന്ന പരിവേഷം ലഭിക്കുന്നത്. എന്നാൽ ആ സിനിമയും അതിലെ കഥാപാത്രവും രഞ്ജിതയിലെ നടിയെ അടയാളപ്പെടുത്താൻ പര്യാപ്തമായിരുന്നില്ല. ഭാരതിരാജയുടെ നാടോടി തെன்றൽ എന്ന തമിഴ് ചിത്രത്തിൽ നായികയായതോടെ കാലിബറുള്ള ഒരു അഭിനേത്രിയാണ് താനെന്ന് അവർ തെളിയിക്കുകയായിരുന്നു. ഭാരതിരാജയാണ് ശ്രീവള്ളിക്ക് രഞ്ജിത എന്ന പേരും നൽകുന്നത്. തുടർന്ന് നാടോടി തെன்றൽ ചർച്ചകളിൽ ഇടം പിടിച്ചു. ശേഷം രഞ്ജിതയുടെ നാളുകളായിരുന്നു. 7 വർഷക്കാലം തുടർച്ചയായി അവർ നിരവധി തമിഴ് പടങ്ങളിൽ നായികയായി. തെലുങ്കിലും കന്നഡയിലും അനവധി സിനിമകളിൽ ഈ കാലയളവിൽ അഭിനയിച്ചു. ഇതിനിടെ മലയാളത്തിലും അഭിനയിക്കാൻ സമയം കണ്ടെത്തി. ജോണി വാക്കർ, മാഫിയ, കൈക്കുടന്ന നിലാവ്, വിഷ്ണു എന്നിങ്ങനെ സൂപ്പർ താരചിത്രങ്ങളിൽ പ്രധാന വേഷത്തിൽ അഭിനയിച്ചു. എന്നാൽ മലയാള സിനിമ രഞ്ജിതയിലെ നടിയെ പൂർണ്ണമായി പ്രയോജനപ്പെടുത്തിയെന്ന് പറയാൻ ഒരിക്കലും കഴിയില്ല. അതിനു മുൻപേ കരസേനാ ഉദ്യോഗസ്ഥനായ രാകേഷ് മേനോനും രഞ്ജിതയും തമ്മിലുള്ള വിവാഹം സംഭവിച്ചു. പിന്നീട് കുറെ കാലം അവർ അഭിനയത്തിൽ നിന്ന് മാറി കുടുംബജീവിതത്തിൽ ഒതുങ്ങിക്കൂടി. 1 വർഷത്തിനു ശേഷം അവർ അഭിനയ രംഗത്തേക്ക് മടങ്ങി വരുന്നതായി പ്രഖ്യാപനം വന്നു. ചില സിനിമകളിലും TV പരിപാടികളിലും അഭിനയിച്ചെങ്കിലും സിനിമയിലും കുടുംബത്തിലും അവരുടെ നില അത്ര സുഖകരമായിരുന്നില്ല. വിവാഹ ജീവിതം 7 വർഷം പൂർത്തിയായ സന്ദർഭത്തിൽ രഞ്ജിതയും രാകേഷ് മേനോനും ബന്ധം വേർപിരിഞ്ഞു. വീണ്ടും 3 വർഷങ്ങൾ നിശബ്ദമായി കടന്നുപോകുന്നു. പൊടുന്നനെ ഒരു ദിവസം രഞ്ജിത മാധ്യമങ്ങൾക്കൊരു വലിയ ഇരയായി. സ്വാമി നിത്യാനന്ദയും രഞ്ജിതയും തമ്മിൽ അടുത്തിടപഴകുന്ന വീഡിയോ പുറത്തു വന്നതോടെ വലിയ ചർച്ചകൾക്കാണ് തുടക്കം കുറിച്ചത്. തെന്നിന്ത്യൻ സിനിമകളിൽ മികച്ച കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചു വന്ന രഞ്ജിതയ്ക്ക് ഇതെന്തു പറ്റിയെന്ന ചോദ്യം പല കോണുകളിൽ നിന്നും ഉയർന്നു. ചാനൽ പുറത്തുവിട്ട ഈ വീഡിയോ വ്യാജമാണെന്നും അതിൽ കാണുന്ന പെൺകുട്ടി താനല്ലെന്നും രഞ്ജിത ശക്തിയുക്തം വാദിച്ചു. മാധ്യമങ്ങൾ തന്നെ അപമാനിച്ചു എന്നാരോപിച്ചുകൊണ്ട് രഞ്ജിത കർണാടക ഹൈക്കോടതിയിൽ പരാതിയും നൽകുകയുണ്ടായി. പരാതിക്കാരിയുടെ സ്വകാര്യതയും അന്തസ്സും ചോദ്യം ചെയ്യുന്ന അപമാനകരമായ വാർത്ത നൽകിയതിന് വാർത്താ ചാനലുകൾ രഞ്ജിതയോട് മാപ്പ് പറയാൻ കോടതി ഉത്തരവിറക്കുകയും ചെയ്തു. പക്ഷേ ഈ വിഷയത്തിൽ മാധ്യമങ്ങൾ ഒട്ടും തന്നെ പുറകിലേക്ക് പോയില്ല. ഇക്കാര്യത്തിലുള്ള തങ്ങളുടെ വിശ്വാസ്യത അവർ നിയമപരമായും ആധികാരികമായും തന്നെ തെളിയിക്കുകയായിരുന്നു. വീഡിയോ യഥാർത്ഥമാണെന്ന് തെളിയിക്കുന്ന ഫോറൻസിക് ലബോറട്ടറി റിപ്പോർട്ട് ഇത് സ്ഥിരീകരിച്ചതോടെ രഞ്ജിത വീണ്ടും മൗനത്തിലേക്ക് കൂപ്പുകുത്തി. 3 വർഷങ്ങൾക്ക് ശേഷം രഞ്ജിതയുടെ മറ്റൊരു മുഖവും രൂപവും കണ്ട് പൊതുസമൂഹം ഞെട്ടി. സ്വാമി നിത്യാനന്ദയിൽ നിന്ന് തന്നെ ദീക്ഷ സ്വീകരിച്ച് രഞ്ജിത സന്യാസിനിയായി മാറുകയായിരുന്നു. മാ നിത്യാനന്ദമയി എന്ന പേരും സ്വീകരിച്ചുവെന്നായിരുന്നു പിന്നീട് പറയപ്പെട്ടത്. നിത്യാനന്ദ തന്റെ കാമുകനോ ഭർത്താവോ അല്ലെന്നും അദ്ദേഹം തനിക്ക് ആത്മീയ ഗുരുവാണെന്നും രഞ്ജിത ആവർത്തിക്കുന്നുണ്ടായിരുന്നു. തമിഴ്നാട്ടിലെ പലയിടങ്ങളിൽ സ്വാമി നടത്തിയ പ്രഭാഷണങ്ങളിൽ ആകൃഷ്ടയായാണ് അദ്ദേഹത്തിന്റെ ഭക്തയായതെന്നാണ് അവർ ഏറ്റുപറഞ്ഞത്. താനും അദ്ദേഹവുമായുള്ള വീഡിയോ എന്ന പേരിൽ പ്രചരിക്കപ്പെട്ട ക്ലിപ്പുകൾ മോർഫ് ചെയ്യപ്പെട്ടതാണെന്നും ആ വീഡിയോയിൽ കാണുന്ന പെൺകുട്ടി താനല്ലെന്നും അവർ നിരന്തരം ആവർത്തിച്ചു. എന്തായാലും രഞ്ജിത പിന്നീട് പൂർണ്ണമായി തന്നെ ആശ്രമവാസിയാവുകയും സ്വാമിയുടെ ശിഷ്യത്വം സ്വീകരിച്ച് കുടുംബജീവിതത്തോട് സിനിമയോടും വിട പറയുകയും ചെയ്യുകയാണുണ്ടായത്.